ബ്രഹ്മാവിനെ പോലും മോഹിപ്പിച്ച ബ്രഹ്മഗിരി മലനിരകളുടെ കുളിരും തണുപ്പും തേടി ഭഗവാൻ മഹാവിഷ്ണുവിനെ തൊട്ടുതൊഴുവാൻ മോക്ഷസ്ഥാനമായ തിരുനെല്ലിയിലേക്കാണ് യാത്ര. കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരടിക മലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ടാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഒഴുകിവരുന്ന കുളിരുള്ള കാറ്റുമേറ്റ് വയനാടിൻ്റെ ഹരിതഭൂമിയിലൂടെ ഒരു സുന്ദരമായ യാത്ര. എത്ര തവണ പോയാലും പുതുമയുള്ള കാഴ്ചകളാണ് പാൽച്ചുരത്തിൽ നിന്നുള്ള പശ്ചിമഘട്ടത്തിൻ്റെ മനോഹരമായ പ്രകൃതി ദൃശ്യം. കുറച്ചു മാസങ്ങൾക്ക് മുന്നേ പാൽച്ചുരം റോഡ് വളരെ ദയനീയാവസ്ഥയിലായിരുന്നു. ഇപ്പോഴത് റീടാർ ചെയ്ത് സുന്ദരമാക്കിയിരിക്കുന്നു. പാൽച്ചുരം വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ 4ാമത്തെ ഹെയർപിന്നിലുള്ള അഞ്ജന ഹോട്ടലിൽ നിന്ന് ഒരു ചായ കുടിക്കുക പതിവാണ്. നിർഭാഗ്യവശാൽ ഇന്ന് അഞ്ജന ഹോട്ടൽ അടഞ്ഞുകിടക്കുകയാണ്. മാനന്തവാടി എത്താറാകുമ്പോഴേക്കും എത്ര കണ്ടാലും മനസ്സിന് മടുപ്പില്ലാത്ത തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പുള്ള കാഴ്ചകളാണ്. ഈ കൊടുംചൂടിൽ പറഞ്ഞറിയിക്കാനാവാത്തത്ര ആശ്വാസമാണ് തേയിലത്തോട്ടങ്ങളുടെയൊക്കെ കാഴ്ചകൾ. അങ്ങനെ മാനന്തവാടിയും കാട്ടിക്കുളവും ഒക്കെ കഴിഞ്ഞ് തോൽപ്പെട്ടി ഫോറസ്റ്റിലെത്തി. നിറയെ തേക്ക് മരങ്ങൾ നിറഞ്ഞ നിബിഡ വനമാണ് തോൽപ്പെട്ടി. തിരുനെല്ലി യാത്രയിലൊക്കെ മാനിനെയും മലയണ്ണാനെയും കാട്ടാനെയൊക്കെ കാണുക പതിവാണ്. ഈ യാത്രയിലും ആകാംക്ഷയിലാണ്. ഫോറസ്റ്റ് മുഴുവൻ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന മരങ്ങളാണ്. യാത്രയിലെ ആദ്യത്തെ ആനിമൽ സൈറ്റിംഗ് ആണ് മേഞ്ഞു നടക്കുന്ന മാനിൻകൂട്ടം. കാടിനുള്ളിലെ നിശബ്ദതയും നിഷ്കളങ്കതയും മറ്റെവിടെയും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എത്ര അനുഭവിച്ചാലും മതിയാവാത്തത്ര സമാധാനം കാട് നമുക്ക് നൽകും. കാടിനുള്ളിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പിന്നിട്ട് ഭഗവാന്റെ മോക്ഷഭൂമിയിലേക്കാണ്. ദാ ഇവിടെയുമുണ്ട് കുറെ മാൻകൂട്ടങ്ങൾ. തോൽപ്പെട്ടി ഫോറസ്റ്റിൻ്റെ വടക്കും പടിഞ്ഞാറും ബ്രഹ്മഗിരി മലനിരകളാണ്. നാഗർഹോള വന്യജീവി സങ്കേതവും തോൽപ്പെട്ടി ഫോറസ്റ്റോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. കാണുമ്പോൾ വരണ്ട് കിടക്കുന്നുണ്ടെങ്കിലും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചൂടറിയുന്നതേയില്ല. ഇത് തോൽപ്പെട്ടി ഫോറസ്റ്റിനുള്ളിലെ ഉണ്ണിയപ്പക്കടയാണ്. തിരുനെല്ലി യാത്രയിൽ ഇവിടുത്തെ ഉണ്ണിയപ്പം കഴിക്കാതെ ആരും മടങ്ങാറുണ്ടെന്ന് തോന്നുന്നില്ല.
തിരുനെല്ലി യാത്രയിലൊന്നും ഞങ്ങളും ഇവിടുത്തെ ഉണ്ണിയപ്പവും കട്ടൻ ചായയും ഒഴിവാക്കാറില്ല. ഒരു ഉണ്ണിയപ്പത്തിന് 6 രൂപയാണ്. ആ കാണുന്നത് വനംവകുപ്പിൻ്റെ ഒരു ബിൽഡിംഗ് ആണ്. മാനന്തവാടിയിൽ നിന്നും കാട്ടിക്കുളത്തു നിന്നൊക്കെ ഇഷ്ടം പോലെ KSRTC സർവീസ് ഉണ്ട് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക്. ബ്രഹ്മദേവനെ പോലും മോഹിപ്പിച്ച ബ്രഹ്മഗിരി മലനിരകളുടെ സുന്ദരമായ കാഴ്ചകൾ അടുത്തുനിന്നും കണ്ടു തുടങ്ങി. ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ അവിടെവിടെ വലിയ മരങ്ങളിലവർ ഏറുമാടങ്ങൾ കെട്ടിയത് കാണാം. ഈ യാത്രയിലും കാട്ടാനയെ ഞങ്ങൾ കണ്ടു. പക്ഷേ കുറച്ച് ദൂരെ നിന്നായതുകൊണ്ട് ഈ മൊബൈൽ ക്യാമറയിൽ പകർത്തുക സാധ്യമല്ല. അങ്ങനെ ബ്രഹ്മാവ് പ്രതിഷ്ഠിച്ച് ഭഗവാന് സമർപ്പിച്ച സഹ്യമല ക്ഷേത്രത്തിൻ്റെ പുണ്യഭൂമിയിൽ ഞങ്ങളെത്തി. സഹ്യമല ക്ഷേത്രമെന്നും ആമലക ക്ഷേത്രമെന്നും തിരുനെല്ലി ക്ഷേത്രത്തെ പറയാറുണ്ട്. ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും ഈ പുണ്യഭൂമിയെ വിശേഷിപ്പിക്കുന്നു. മോക്ഷത്തിന് പേരുകേട്ട ധാമമായതിനാൽ വർഷം തോറും നിരവധി ഭക്തരാണ് പിതൃതർപ്പണത്തിന് വേണ്ടി ഇവിടെ എത്തുന്നത്. ധാരാളം താമസ സൗകര്യങ്ങളും ഹോം സ്റ്റേകളും ഇവിടെയുണ്ട്. ബ്രഹ്മാവാണ് ഈ പുണ്യക്ഷേത്രം നിർമ്മിച്ചത്. ഒരു ഹംസത്തിൽ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന ബ്രഹ്മാവ് ബ്രഹ്മഗിരി കുന്നുകളുടെ മനോഹാരിത ശ്രദ്ധിച്ചു. ബ്രഹ്മാവ് അവിടെ ഇറങ്ങി. അപ്പോൾ ഒരു നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ ഒരു വിഷ്ണു വിഗ്രഹം കണ്ടെത്തി. അദ്ദേഹം ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രത്തെ സഹ്യമലക ക്ഷേത്രമെന്ന് വിളിക്കുകയും ചെയ്തു. ഇത് പഞ്ചതീർത്ഥമാണ്. പഞ്ചതീർത്ഥം എന്നത് 5 തീർത്ഥങ്ങൾ ഒന്നിച്ച് ചേർന്നുള്ളതാണെന്നാണ് ഐതിഹ്യം. ഭഗവാന്റെ തൃക്കൈകളിൽ പരിലസിക്കുന്ന ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ക്ഷേത്രത്തിന് 4 ഭാഗങ്ങളിലായി പ്രതിഷ്ഠിച്ചിരിക്കുന്നുണ്ടത്രേ. അവിടങ്ങളിൽ നിന്നുദ്ഭവിക്കുന്ന ശംഖുതീർത്ഥം, ചക്രതീർത്ഥം, ഗദാതീർത്ഥം, പത്മതീർത്ഥം എന്നിവയും ഭഗവാന്റെ പാദതീർത്ഥമായ അഭിഷേകതീർത്ഥവും ഒന്നിച്ച് ചേർന്നതാണ് പഞ്ചതീർത്ഥം. ബ്രഹ്മഗിരിയുടെ ഹൃദയഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് താഴേക്കൊഴുകുന്ന പാപനാശിനിയിലേക്കാണ് ഈ നടത്തം. അരുവിയിലേക്കുള്ള വഴി കരിങ്കല്ല് പാകി മനോഹരമായി വച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഗുണ്ടിക ക്ഷേത്രമാണ്. ഭഗവാൻ ശിവന് സമർപ്പിച്ച ക്ഷേത്രമാണ് ഗുണ്ടിക ക്ഷേത്രം. ഭക്തർ പിതൃതർപ്പണത്തിന് ശേഷം അസ്ഥി പാപനാശിനിയിൽ നിമഞ്ജനം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അസ്ഥി നിമഞ്ജനം ഇന്ന് സാധ്യമല്ല. അരുവിയിൽ വെള്ളം കുറവായതുകൊണ്ടാവാം. ബ്രഹ്മഗിരിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് താഴേക്കൊഴുകുന്ന പരിശുദ്ധമായ തെളിനീരുറവ.
ഭഗവാൻ മഹാവിഷ്ണു ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥനപ്രകാരം പാപനാശിനിയിലെ ജലം പവിത്രമാക്കുകയും എല്ലാ പാപങ്ങളും കഴുകാനുള്ള കഴിവ് നൽകുകയും ചെയ്തു. അതിനാൽ ഈ പുണ്യനദി പാപനാശിനി എന്നറിയപ്പെടുന്നു. അണകെട്ടി നിർത്തിയിരിക്കുന്ന ഈ ഭാഗത്തു നിന്നാണ് ഭക്തർ സ്നാനം ചെയ്യാറ്. ഈ സമയത്ത് വെള്ളം നന്നേ കുറവാണ്. മഴക്കാലമായാൽ ഒഴുക്ക് ശക്തമായി ഉണ്ടാകും. പാപനാശിനിയെക്കുറിച്ച് മറ്റൊരു ഐതിഹ്യമുണ്ട്. ബ്രഹ്മാവ് ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് പക്ഷികളുടെ രാജാവായ ഗരുഡൻ അമൃതകുംഭവുമായി തിരുനെല്ലി ക്ഷേത്രത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. അമൃതകുംഭത്തിലെ അമൃത് പാപനാശിനിയിലെ ജലത്തിൽ പതിച്ചുവെന്നും അങ്ങനെ ആ ജലം പരമപുണ്യദായകമായി മാറിയെന്നും ഐതിഹ്യം. വാനരന്മാർ സ്നാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് ഗുണ്ടിക ശിവക്ഷേത്രം. പ്രകൃതിയോട് ചേർന്ന് ആർഭാടങ്ങളൊന്നുമില്ലാതെ കൊച്ചു ക്ഷേത്രം. വലിയൊരു പാറയുടെ ഉള്ളിൽ ഒരു ഗുഹയിലാണ് ശിവഭഗവാന്റെ പ്രതിഷ്ഠ. പുറത്ത് നന്ദികേശ്വരനുമുണ്ട്. ഈ പുണ്യക്ഷേത്രത്തിനുമുണ്ട് ഒരു കഥ പറയാൻ. വളരെ പണ്ട് ഒരു ഭക്തൻ ഇവിടെ ക്ഷേത്ര ദർശനത്തിനായി വന്നു. ഇന്ന് ശിവക്ഷേത്രമിരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു നെല്ലിമരത്തിൽ നിന്നൊരു നെല്ലിക്ക പറിച്ച് ഒരു പാറയിൽ സൂക്ഷിച്ച് അദ്ദേഹം പാപനാശിനിയിൽ സ്നാനത്തിനായി പോയി. സ്നാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ആ നെല്ലിക്കയുടെ സ്ഥാനത്ത് ഒരു ശിവലിംഗമുണ്ടായത്രേ. പാപനാശിനിയിൽ സ്നാനം ചെയ്ത് ഗുണ്ടിക ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്താണ് ഭക്തർ ഭഗവാൻ വിഷ്ണുവിനെ തൊഴാൻ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകാറ്. ഭഗവാന്റെ അവതാരമായ പരശുരാമൻ തിരുനെല്ലി ക്ഷേത്രം സന്ദർശിച്ച് തൻ്റെ പിതാവായ ജമദഗ്നി മഹർഷിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്തിയെന്നാണ് ഐതിഹ്യം. ക്ഷത്രിയരെ കൊന്നതിൻ്റെ പാപപരിഹാരത്തിനായി പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. ഇടതൂർന്ന മരങ്ങളാൽ മറഞ്ഞിരിക്കുന്ന പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പുണ്യക്ഷേത്രം പ്രകൃതിയുടെ നവോന്മേഷദായകമായ കാഴ്ച നൽകുന്നു. കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്നു ഈ ക്ഷേത്രം. ഇവിടെ നിന്നുള്ള സൂര്യോദയ കാഴ്ച ആകർഷകമാണ്. വടക്ക് പച്ച നിറത്തിലുള്ള ബ്രഹ്മഗിരി പർവ്വതനിരകളും തെക്ക് പടിഞ്ഞാറ് കരിമല, നരിനിരങ്ങിമല എന്നിവയുടെ പച്ചപ്പും ക്ഷേത്രത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. പുനരുദ്ധാരണത്തിൻ്റെ തിരക്കിലാണ് ഇന്ന് ക്ഷേത്രം. സഹ്യന്റെ താഴ്വരയിലുള്ള മനോഹരമായ ഈ പുണ്യക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശം പല പുരാതന ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും കാണാം. എല്ലാ ദിവസവും പുലർച്ചെ ബ്രഹ്മാവ് ക്ഷേത്രത്തിൽ പെരുമാളിനെ ആരാധിക്കുന്നുവെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അതിനാൽ ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ രാത്രി ക്ഷേത്രം അടക്കുന്നതിന് മുമ്പ് ബ്രഹ്മാവിന് പൂജിക്കാനുള്ള പൂജാദ്രവ്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് പതിവാണ്. പുരാതന കാലത്തെ വാസ്തുവിദ്യാ വിസ്മയത്തിൻ്റെ മികച്ച ഉദാഹരണമാണ് ഈ ക്ഷേത്രം. ശ്രീകോവിലിനെ താങ്ങി നിർത്തുന്ന 30 കരിങ്കൽ തൂണുകളുണ്ട് ക്ഷേത്രത്തിന്. കാലാന്തരത്തിൽ ഇന്നത് പലതും നശിച്ചു പോയിരിക്കുന്നു. മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ 3 മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി വിശന്നു വലഞ്ഞ് ഇവിടെ കിടന്നുറങ്ങിയപ്പോൾ ഇവർ ഒരു പുരാതന ക്ഷേത്രം കാടുപിടിച്ച് നിൽക്കുന്നത് കണ്ടു. അതിനടുത്തായി നിറയെ നെല്ലിക്കയുള്ള ഒരു നെല്ലിമരം കണ്ട് അവർ തങ്ങളുടെ പൈതാഹങ്ങൾ അകറ്റി. അതിനുശേഷം ഒരു അശരീരി കേൾക്കുകയും ഈ സ്ഥലത്ത് പരബ്രഹ്മസ്വരൂപികളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യമുണ്ടെന്നും തിരുനെല്ലി എന്ന് നാമകരണം ചെയ്യണമെന്നും ഇനി മറ്റ് സ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തേണ്ടതില്ലെന്നും അറിയിച്ചു. ഇതിനാൽ ഇവർ ഈ സ്ഥലം തിരുനെല്ലി എന്ന് നാമകരണം ചെയ്തു എന്നാണ് മറ്റൊരു ഐതിഹ്യം. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനങ്ങളിൽ നെല്ലിമരങ്ങൾ ധാരാളമായി കാണാം. നെല്ലിമരത്തിൽ ലക്ഷ്മി നാരായണ സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. സാഹസിക മലകയറ്റക്കാർക്ക് പ്രിയങ്കരമായ പക്ഷിപാതാളം ഇവിടെ നിന്നും 7 കിലോമീറ്റർ അകലെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1740 മീറ്റർ ഉയരമുള്ള ഇവിടെ എത്തുവാൻ കേരള വനംവകുപ്പിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണം. ഇനിയും മനസ്സിൽ തോന്നുമ്പോഴൊക്കെ ഭഗവാന്റെ ഈ മോക്ഷഭൂമിയിൽ വരാനാകണേ എന്ന പ്രാർത്ഥന മാത്രമാണ്.